ഹലോ ഗൈസ്, കേരള ഫുട്ബോൾ 123യുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൂപ്പർ ലീഗ് കേരളയുടെ ഇന്നത്തെ മത്സരത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു. തൃശ്ശൂർ മാജിക് FC-യും കണ്ണൂർ വാരിയേഴ്സുമാണ് ഇന്ന് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇന്നത്തെ മത്സരത്തിന്റെ റിവ്യൂയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യ ഹാഫിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുമ്പോൾ തൃശ്ശൂർ മാജിക് FC മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആ ഒരു സമയത്തൊക്കെ നമ്മൾ കണ്ണൂർ വാരിയേഴ്സ് പലപ്പോഴും ഡൗൺ ആയി തന്നെ കണ്ടിരുന്നു. പക്ഷേ പിന്നീട് കണ്ണൂർ വാരിയേഴ്സിന്റെ മികച്ച പ്രകടനമാണ് നമ്മൾ കണ്ടത്. ആദ്യ ഹാഫിൽ മികച്ച പ്രകടനമാണ് തൃശ്ശൂർ മാജിക് FC കാഴ്ചവെച്ചിട്ടുള്ളത്. അത് തന്നെ അവരെന്ത് ചെയ്തു, 30-ാം മിനിറ്റിൽ തന്നെ അവർ സ്കോർ ചെയ്യുകയും ചെയ്തു. നമ്മുടെ CK വിനീത്, കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ കളിച്ച് മികച്ച താരമായ CK വിനീതാണ് അസിസ്റ്റ് നൽകിയത്. അഭിജിത്ത് സർക്കാരാണ് ഗോൾ നേടിയത്. പക്ഷേ രണ്ടാം ഹാഫിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കണ്ടത് ഫസ്റ്റ് ഹാഫിൽ കണ്ട തൃശ്ശൂർ മാജിക് FC അല്ല, പലപ്പോഴും ഡൗൺ ആയി തന്നെ നമ്മൾ കണ്ടു. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് കണ്ണൂർ വാരിയേഴ്സ് FC ആണ്. അവർ നന്നായി തന്നെ അറ്റാക്ക് ചെയ്തു. ആ ഒരു സമയത്തൊക്കെ നമ്മൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ മാജിക് FC യുടെ താരങ്ങളൊക്കെ വളരെ ഫിസിക്കലി ഡൗൺ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിന് ഒരു കാരണമായി നമുക്ക് തന്നെ പറയാം, കണ്ണൂർ വാരിയേഴ്സിന്റെ അറ്റാക്കിങ് തന്നെയാണ്. അവർ നിർത്താതെ അറ്റാക്കിങ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അവർ ഓപ്പൺ ചാൻസ് 2 ചാൻസ് അവർ എന്ത് ചെയ്തു, മിസ്സാക്കി കളഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളിന് പുറകെ നിന്ന് കണ്ണൂർ വാരിയേഴ്സിനല്ല നമ്മൾ കണ്ടത്. സെക്കൻഡ് ഹാഫിൽ അവർ നന്നായി തന്നെ ഇവരുടെ ബോക്സിൽ, തൃശ്ശൂരിൻ്റെ ബോക്സിൽ അവർ നന്നായി തന്നെ നന്നായി അവർ ആക്രമിച്ചിട്ടുണ്ട്. ആ ഒരു അറ്റാക്കിങ് എവിടെ എത്തിയതെന്ന് ചോദിച്ചാൽ ഡേവിഡ് ഗ്രാൻഡയുടെ ഗോളിലാണ് എത്തിയത്, സമനില ഗോളിലാണ് എത്തിയത്. അതിനൊരു വഴി വെച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പണ്ട് ഗോകുലം FC-യിൽ കളിച്ചിരുന്ന വികാസിന്റെ ലോങ് ത്രോ ആണ്. ലോങ് ത്രോയിൽ നിന്നുമാണ് നമ്മുടെ ഗ്രാൻഡെ ഗോൾ നേടിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ടും തന്നെ ഈ നമ്മുടെ കണ്ണൂർ വാരിയേഴ്സിന്റെ ആക്രമണം നിർത്തിയിട്ടില്ല. അവർ തുടരെ നമ്മുടെ തൃശ്ശൂർ FC-യുടെ ബോക്സിൽ ആക്രമണം അയച്ചു. എന്നാൽ അവസാന നിമിഷത്തിൽ തൃശ്ശൂർ മാജിക് FC-യുടെ ഹെൻറി ആന്റണി റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി. ആ ഒരു 10 പേരായി ചുരുങ്ങിയതോടുകൂടെ തൃശ്ശൂർ മാജിക് FC-യിൽ നിന്നും കളി കൈവിട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ആ ഒരു അവസരം മുതലാക്കി 95-ാം മിനിറ്റിൽ 90 മിനിറ്റും 5-ാം മിനിറ്റ് അഡീഷണൽ ടൈമിൽ അൽവാരോ ഫെർണാണ്ടസ് ഒരു കിടിലൻ ഗോൾ കൂടി നേടിയതോടെ നമ്മുടെ കണ്ണൂർ വാരിയേഴ്സിന്റെ തിരിച്ചുവരവ്, അതിഗംഭീരമായ ഒരു തിരിച്ചുവരവ് തന്നെ നമ്മൾ മത്സരത്തിൽ കണ്ടു. അപ്പോൾ ഈ ഒരു മത്സരം വളരെ ഒരു ആവേശത്തോടെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി അടുത്ത മത്സരം, നാളത്തെ മത്സരം എല്ലാവരും കാണുക. കാലിക്കറ്റ് FC-യും ട്രിവാൻഡ്രം കൊമ്പൻസുമാണ് മത്സരിക്കുന്നത്. അപ്പോൾ 7 മണിക്കാണ് മത്സരം. അപ്പോൾ എല്ലാവരും മത്സരം കാണുക. നമ്മുടെ ലൈവ് ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ, ഗുഡ് ബൈ.